എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക. ഉപ്പൂട്ട് കർപ്പൂരമയും ഓൺലൈൻ വഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും? അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ? ചക്രം എന്ന പൈസ പറയാ, ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. ആമസോൺ പോലെയുള്ള കമ്പനികൾ ഭൂരിപക്ഷവും വിദേശ കുത്തക മുതലാളിമാരാണ് അതിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിന് പർച്ചേസ് ചെയ്തു, വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എന്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരൻ 100 കൊണ്ടുപോയി പച്ചക്കറി മേടിക്കും, പച്ചക്കറി കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കും, ചെരുപ്പ് കടക്കാരൻ അത് കൊണ്ടുപോയിട്ട് 1 കിലോ അരി വാങ്ങിക്കും, അരി ഉള്ളവൻ എന്ത് ഒരു മരിച്ചിരി മേടിക്കും. ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷൻ ആണ്. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതുകൊണ്ടാ പണം പൂഴ്ത്തിവെക്കൽ എന്ന് പറഞ്ഞത്. പണം പൂഴ്ത്തിവെക്കൽ എന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്. ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത്. ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല, സ്വന്തം നാട്ടിൽ കച്ചവടവുമില്ലെങ്കിൽ ഈ മണ്ണ് തരിശു ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പക്കൽ. ഈ സാദി ഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി